ഇന്നത്തെ കാലത്ത് ഈ രോഗികളുടെ എണ്ണം കൂടാനും രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാതെ അത് പല കോംപ്ലിക്കേഷൻസിലോട്ട് എത്താനും അത് തെറ്റായ രോഗനിർണയത്തിലോട്ടൊക്കെ എത്തുന്നതിനൊക്കെയുള്ള കാരണക്കാരൻ ആരാന്നറിയോ? ഈ കൊതുകോ വവ്വാലോ എലികളോ വൈറസോ ബാക്ടീരിയ ഒന്നുമല്ല, വ്യാജ ഡോക്ടർമാരാണ്, അഥവാ ക്വാക്സ്. നമ്മുടെ മോഡേൺ മെഡിസിന് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയാറുണ്ട്. അതായത് 10,000-കണക്കിന് ആളുകളിലും ലക്ഷക്കണക്കിന് ആളുകളിലും ടെസ്റ്റ് ചെയ്ത് പഠനം നടത്തി റിസർച്ച് ചെയ്തിട്ടാണ് ഈ രോഗത്തിൻ്റെ കാരണങ്ങളും രോഗത്തിൻ്റെ രീതി, ലക്ഷണങ്ങൾ, അതിന് എന്താണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്നും അതിൻ്റെ മരുന്നുകളും ഡോസേജ്, അത് മരുന്നുകൾക്ക് കൊടുക്കേണ്ട രീതി, കൊടുക്കേണ്ട സമയം, അതിൻ്റെ പാർശ്വഫലങ്ങൾ, സൈഡ് എഫക്ട്സ്, ഇത് കൊടുക്കേണ്ട ഇൻഡിക്കേഷൻസ്, എവിടെ കൊടുക്കാം, ആർക്ക് കൊടുക്കാൻ പാടില്ല എന്നെല്ലാം നിർണ്ണയിക്കുന്നതൊക്കെ ഈ റിസർച്ച് സ്റ്റഡി ചെയ്തിട്ടാണ്. അതാണ് എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുന്നത്. അതായത് ഒരു എവിഡൻസ് ഉണ്ട്, ഒരു ആധാരമുണ്ട്, അത് ആധികാരികമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ വ്യാജ ഡോക്ടർമാരുടെ കയ്യിലൊന്നും പ്രൂഫില്ല. അവർ കൊടുക്കുന്ന മരുന്നുകൾക്കോ അവർ കണ്ടുപിടിക്കുന്ന രീതി അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രൂഫില്ലാതെയാണ് അവർ നിങ്ങളിൽ എത്തുന്നത്. നമ്മുടെ മനുഷ്യരുടെ ഒരു മനുഷ്യ സഹജമായ പ്രകൃതം, ഒരു പ്രവണത എന്ന് പറയുന്നത് നമുക്ക് ആ രോഗമില്ല, നമ്മൾ ആ ഒരു അസുഖത്തിന്, അതെന്തു ആയിക്കോട്ടെ, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ആസ്മയോ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ തൈറോയ്ഡ് ആയിക്കോട്ടെ, അത് നമുക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം അത് പ്രൂവ് ചെയ്യാൻ നോക്കുന്നൊരു പ്രവണതയുണ്ട്. പലപ്പോഴും അത് പ്രശ്നത്തിലേ ചെന്ന് ചാടാറുള്ളൂ. അതിനെയാണ് ഇവർ കയറി പിടിക്കുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ രോഗമില്ല, ഇത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട്, ഉദാഹരണത്തിന് ഇത് വയറ്റിലെ ഒരു രോഗാണുക്കളുടെ കൊണ്ടാണ്, ഇത് ആഹാരത്തിലെ പ്രശ്നം കൊണ്ടാണ്, ഇത് വേറെ പേര് കൊള്ളാത്തത് കൊണ്ടാണ്, ഇങ്ങനെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആ രോഗത്തെ തന്നെ മാറ്റിക്കളയും. രോഗനിർണയം തെറ്റായ രീതിയിലോട്ട് പോകും. അങ്ങനെ അകപ്പെട്ട് രോഗം വഷളായി മൂർച്ഛിച്ച് കോംപ്ലിക്കേഷൻസ് ആയിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ കൈയൊഴിയുന്നത്. അല്ലെങ്കിൽ രോഗികൾക്ക് മനസ്സിലാവുന്നതും അവരവിടുന്ന് മോചനം തേടി മറ്റ് ഡോക്ടർമാരോട്, അതായത് മോഡേൺ മെഡിസിനിലോട്ട് അഭയം പ്രാപിക്കുന്നത്. അവർ കൊടുക്കുന്ന മരുന്നുകൾക്ക് ഒരു പാർശ്വഫലങ്ങൾ അവർ പറയാറില്ല, ഒരു സൈഡ് എഫക്ട്സും അവർ ലേബൽ ചെയ്യാറില്ല, മെൻഷൻ ചെയ്യാറില്ല. അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല, അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് അറിയത്തില്ല, അത് ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ളതിലും തെളിവൊന്നുമില്ല. അങ്ങനെയുള്ളപ്പം അതിൻ്റെ അർത്ഥം ഇതൊന്നും പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകളാണ് എന്നുള്ളതല്ല. നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സും ഡോസേജും, ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം, എവിടെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്ന് എഴുതി ലേബൽ ഒട്ടിച്ച് വരുന്ന ഒരു മരുന്നിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക, അതോ പേര് മാത്രം എഴുതി കൊണ്ടുവരുന്ന ഒരു മരുന്നിനാണ് നിങ്ങൾ വിശ്വസിക്കുക? അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഡോക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ, ആ ഡോക്ടർ എന്ത് പഠിച്ചിട്ടുണ്ട്, ആ ഡോക്ടറിൻ്റെ പരിജ്ഞാനം, അറിവ്, സ്കില്ല്, ഇതെല്ലാം നിങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ഡോക്ടറുടെ ചികിത്സ സ്വീകരിക്കാനായിട്ട്. എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരു ഒപ്പീനിയൻ എടുക്കുക. അന്ധമായിട്ട് ആ ഡോക്ടറെയോ ആ ചികിത്സാ രീതിയോ വിശ്വസിക്കരുത്. പിന്നെ ഇവർ സ്ഥിരം പറയുന്ന ഒരു തരത്തിലുള്ള ഫ്രേസ് എന്ന് പറയുന്നത് ഈ രോഗം കൂടിയിട്ടേ കുറയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക, അത് ശരിയായിട്ടുള്ള രീതിയാണോ എന്ന്. എസ്പെഷ്യലി വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE പോലുള്ള മാരകമായ രോഗങ്ങളൊക്കെ മൂർച്ഛിച്ച് പല അവയവങ്ങളെ ബാധിക്കാറുണ്ട്. അപ്പം അത് പക്ഷേ കൂടിയിട്ടേ കുറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ അവസ്ഥയിലും കോംപ്ലിക്കേഷനിലൊക്കെ ICUയിൽ നേരിട്ട് വന്ന് അഡ്മിറ്റ് ആവുന്ന രോഗികളുണ്ട്. അങ്ങനെ ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെ സംഭവിക്കുന്നുമുണ്ട് ഇപ്പോഴും. ശരി ഏത് തെറ്റേതെന്ന് നിങ്ങൾ ചിന്തിക്കുക, കോമൺ സെൻസ് ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.